ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 9ാം ക്ലാസ് ഹിന്ദിയുടെ 4ാം ഭാഗത്തിൻ്റെ ട്രാൻസ്ലേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പട്കഥയായിരുന്നു പഠിച്ചത്. പട്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥ. അപ്പം ആ പട്കഥയുടെ പേര് ടി വി എന്നു പേരുള്ള ഒരു പട്കഥയായിരുന്നു നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. पटकथा नाम है टीवी। हाँ, टीवी नामक पटकथा पढ़ी थी। इसके लेखक कौन है? വരുൺ ഗ്രോവർ. അപ്പം ഈ തിരക്കഥയുടെ ലേഖകൻ ആരായിരുന്നു? വരുൺ ഗ്രോവർ ആയിരുന്നു അല്ലേ? इसका लेखक വരുൺ ഗ്രോവർ. ഈ തിരക്കഥയിൽ ആകെ 8 സീനുകളുണ്ട്. അവയിൽ 3 സീനുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുവല്ലോ. 2-3 സീനുകളുടെ സ്ഥലം, സമയം, സംഭവം, കഥാപാത്രങ്ങൾ എഴുതി നിങ്ങളുടെ ടീച്ചറെ കാണിച്ചുവല്ലോ. ഇനി നമുക്ക് പഠിച്ച ഈ സീനുകളിൽ നിന്ന് ചില ചോദ്യങ്ങൾ നോക്കിയാലോ. अच्छा, जरा उत्तर बताने की कोशिश करें. गोबू के साथ कौन कौन खड़े हैं? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്: ഗോബു കെ സാത്ത്, അതായത് ഗോബുവിൻ്റെ കൂടെ കോൻ കോൻ ഖടേ ഹേ, ആരൊക്കെയാണ് നിൽക്കുന്നത്? ആരൊക്കെയായിരുന്നു? हाँ, सही, ചുന്നി और ലല്ലു. അപ്പം ഗോബുവിൻ്റെ കൂടെ ആരൊക്കെയായിരുന്നുള്ളത്? ചുന്നിയും ലല്ലുവും. वे चुपके से दूसरे गांव चले जाते हैं. इसका मतलब क्या है? ഈ ചോദ്യത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി പറഞ്ഞുതരാം. വേ ചുപ്കെ സേ ദൂസരേ ഗാവ് ചലേ ജാത്തെ ഹെ, അവർ ഒളിച്ച് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുമായിരുന്നു. ഇസ്കാ മത്ലബ് ക്യാ ഹെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് അങ്ങനെ അവർ പറയാൻ കാരണം? वे किसी से कहे बिना चले जाते हैं. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്: വേ കിസി സേ കഹേ ബിന ചലേ ജാത്തെ ഹെ, അവരാരോടും പറയാതെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് വേ ചുപ്കെ സേ ദൂസരേ ഗാവ് ചലേ ജാത്തെ ഹെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതായിരുന്നു: വേ ചുപ്കെ സേ ദൂസരേ ഗാവ് ചലേ ജാത്തെ ഹെ, ഇസ്കാ മത്ലബ് ക്യാ ഹെ, ഇവർ ഒളിച്ചാണ് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? വേ കിസി സേ കഹേ ബിന ചലേ ജാത്തെ ഹെ, അവരാരോടും പറയാതെയാണ് പോയത്. वे किसी से कहे बिना चले जाते हैं. अगला प्रश्न देखिए. पहाड़ी इलाके में विशेषण शब्द कौन सा है? അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: പഹാടി ഇലാക്കെ. പഹാടി ഇലാക്കെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു, മലയോര പ്രദേശം അല്ലേ? അപ്പം ഇതിൽ, അല്ലെങ്കിൽ പർവ്വത പ്രദേശം, ഇതിൽ വിശേഷണ ശബ്ദം ഏതാണ്? നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കൂ. ആ പ്രദേശത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വാക്ക് ഏതാ? മലയോര പ്രദേശം അല്ലെങ്കിൽ പർവ്വത പ്രദേശം. അപ്പം പഹാടി ആയിരിക്കാം അല്ലേ ഇവിടുത്തെ വിശേഷണ ശബ്ദം? നമുക്ക് നോക്കാം. पहाड़ी इलाके में विशेषण शब्द कौन सा है? क्या इलाका है? नहीं, इलाका तो संज्ञा शब्द है. അപ്പോൾ ഇലാക്കയല്ല എന്ന് അധ്യാപിക പറഞ്ഞു. ഇലാക്കയല്ല, അത് സംജ്ഞാ ശബ്ദമാണ്, ഇലാക്കയല്ല. അപ്പോൾ ഇവിടുത്തെ വിശേഷണ ശബ്ദം അപ്പോൾ എന്തായിരിക്കും? इलाका संज्ञा शब्द है. पहाड़ी इलाके में विशेषण शब्द कौन सा है? പഹാടി. അപ്പോൾ ഉത്തരം പഹാടിയാണ്. അതായത് അതായത് ഇലാക്ക എന്ന് പറഞ്ഞാൽ പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന എന്ത് തരത്തിലുള്ള പ്രദേശമാണെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? മലയോര പ്രദേശം അല്ലെങ്കിൽ പർവ്വത പ്രദേശമാണെന്നല്ലേ? പഹാടി ഇലാക്കെ. അപ്പം ഇവിടുത്തെ വിശേഷണ ശബ്ദം ഏതാണ്? പഹാടി. पहाड़ी. अगला प्रश्न. वे दूसरे गांव क्यों चले जाते हैं? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വേ ദൂസരെ ഗാവ്, അവർ അടുത്ത ഗ്രാമത്തിൽ ക്യോं ചലേ ജാത്തെ ഹെ, അവരെന്തിനാണ് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നത്? टीवी देखने के लिए. എന്തിനായിരുന്നു അവർ പോകുന്നത്? ടി വി ദേഖ്നെ കെ ലിയെ, ടി വി കാണാനായിരുന്നു അല്ലേ? टीवी देखने के लिए. वे टीवी देखने दूसरे गांव क्यों चले जाते हैं? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വേ ടി വി ദേഖ്നെ ദൂസരെ ഗാവ് ക്യോं ചലേ ജാത്തെ, അവർ ടി വി കാണാൻ എന്തിനാണ് അടുത്ത ഗ്രാമത്തിലേക്ക് പോയത്?
क्योंकि उनके गांव में टीवी नहीं आता है. ആ അപ്പം അതിൻ്റെ കാരണം എന്താ, ഉത്തരം എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യോങ്കി. ക്യോങ്കി എന്ന് പറയുമ്പോൾ കാരണം. ഉൻകെ ഗാവ് മേം അവരുടെ ഗ്രാമത്തിൽ ടി വി നെഹി ആത്താ ഹേ, ടി വി വരില്ല, അല്ലെങ്കിൽ ടി വിയുടെ സിഗ്നൽ വരില്ലായിരുന്നു അവരുടെ ഗ്രാമത്തിൽ. അതുകൊണ്ടാണ് അവർ അടുത്തുള്ള ഗ്രാമത്തിൽ ടി വി കാണാൻ പോയത് അല്ലേ? क्योंकि उनके गांव में टीवी नहीं आता है. यह प्रश्न देखिए. उनके गांव की क्या विशेषता है? नदी तट है, पहाड़ी इलाका है. ആ അപ്പം ഇവരുടെ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? നദി തട് ഹേ ആണോ പഹാടി ഇലാക്ക ഹേ ആണോ? അവരുടെ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അതൊരു മലയോര പ്രദേശമായിരുന്നു അല്ലേ? उनके गांव की क्या विशेषता है? नदी तट है, पहाड़ी इलाका है. बताइए. നിങ്ങൾ പറയൂ. पहाड़ी इलाका है. പഹാടി ഇലാക്ക അല്ലേ? അവരുടെ ഗ്രാമം ഒരു മലയോര പ്രദേശമായതുകൊണ്ടാണ് എന്ത് നമ്മൾ പറയുന്നത്? അവിടുത്തെ വിശേഷണം പഹാടി ഇലാക്ക ഹേ. ഇനി നമുക്ക് അടുത്ത സീൻ നോക്കിയാലോ. സീൻ 4, പഹാടി സടക്. ഷാം കെ പഹാടി സടക്ക്, അതായത് ആ പർവ്വതത്തിലൂടെ അവരൊരു മല കയറി പോവുകയായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ കൂടെയുള്ള റോഡ്, അതായത് ആ മലയിലുള്ള റോഡിൽ കൂടെയാണ് സ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ സമയവും പറഞ്ഞിട്ടുണ്ട്. ഷാം കെ 4 ബജെ, അതായത് വൈകിട്ട് 4 മണിക്കാണ് അല്ലേ ഈ സീൻ നടക്കുന്നത്. तीनों बच्चे सड़क किनारे चल रहे हैं. 3 കുട്ടികളും റോഡിൻ്റെ അരികിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. गोबू, जादू था सचमुच. चलो अब सड़क पार करनी है. അപ്പോൾ ഗോപു എന്താണ് പറഞ്ഞത്? അത് മാജിക് ആയിരുന്നു സത്യമായിട്ടും. ചലോ അബ് സടക് പാർ കർണി ഹെ, ഇനി നമുക്ക് റോഡ് ക്രോസ് ചെയ്യണം. അപ്പം ജാദു താ സച്ചുമുച്ച്, അതായത് നമ്മൾ കഴിഞ്ഞ വട്ടം പഠിച്ച സീനിലും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് അവൻ്റെ കൊച്ചച്ഛൻ്റെ വീട്ടിലിരുന്ന് ടി വി കണ്ടപ്പോൾ അവൻ പറഞ്ഞ അതേ ഡയലോഗാണ് അവനിപ്പോഴും പറഞ്ഞത്. അവനത് ഓർക്കുകയായിരിക്കാം. അപ്പോൾ അവൻ എന്നിട്ട് അതിങ്ങനെ പറഞ്ഞിട്ട് അവൻ എന്താ പിന്നീട് പറഞ്ഞേ, ചലോ അബ് സടക് പാർ കർണി ഹെ, നോക്ക് ഇനി നമുക്ക് റോഡ് ക്രോസ് ചെയ്യണം എന്ന് പറഞ്ഞു. सड़क पार करने की कोशिश. सामने से तेजी से एक बस आती है. അപ്പോൾ അവർ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. കോഷിഷ് എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക എന്നുള്ളതാണ്. സാമ്നെ സേ തേസി സേ ഏക് ബസ് ആത്തി ഹേ, അപ്പോൾ അടുത്തുനിന്ന് അവർ ആ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അടുത്തുനിന്ന് എന്താണ്? തേസി സേ ഏക് ബസ്, ഭയങ്കര സ്പീഡ്, തേസ് എന്ന് പറഞ്ഞാൽ സ്പീഡാണ്, സ്പീഡിലൊരു ബസ് വരുന്നു. चुन्नी दौड़ कर पार कर लेती है. ചുന്നി എന്താണ്? പെട്ടെന്ന് ഓടും, റോഡിൽ കൂടി പെട്ടെന്ന് ഓടി ക്രോസ് ചെയ്യും. गोबू और लल्लू खड़े रह जाते हैं. ഗോപു ലല്ലു എന്താണ്? അവിടെ അങ്ങ് നിന്ന് പോവും. बस में जोर से ब्रेक लगता है. അപ്പോൾ ബസ്സിൽ നിന്ന് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കും അല്ലേ? അവരിങ്ങനെ റോഡിൽ നിൽക്കുകയാണ്, അപ്പം ബസ്സിൽ നിന്ന് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കും. ड्राइवर गुस्से में सिर बाहर निकालता है. ഡ്രൈവർ ദേഷ്യപ്പെട്ട് തല പുറത്തേക്കിടും. ड्राइवर, अबे देख के चलो. ഡ്രൈവർ എന്താ പറഞ്ഞേ? അബേ ദേക്ക് ചലോ, നോക്കിപ്പോക, നോക്കി നടക്ക് എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട്. गोबू और लल्लू जल्दी से सड़क पार करते हैं. അപ്പോൾ ഗോപു ലല്ലു അവിടെ നിന്ന് പോയായിരുന്നു. അപ്പോൾ ഡ്രൈവർ ഇങ്ങനെയോട് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യും. चुन्नी, तुम लोग सच में छोटे बच्चे हो. सड़क पार करना भी नहीं आता. അപ്പോൾ ചുന്നി എന്താ പറഞ്ഞത്? തും ലോഗ് സച്ച്മുച്ച് ചോട്ടെ ബച്ചേ ഹോ, നിങ്ങൾ ശരിക്കും കൊച്ചു പിള്ളേരാ, നിങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പോലും അറിയത്തില്ല. गोबू झेंबते हुए, जल्दी चलो अब देर हो रही है. അപ്പം ഗോപുവിന് ഇത് കേട്ടപ്പോൾ അങ്ങ് നാണക്കേടായി അല്ലേ? അപ്പം ചേംതേ ഹുയി എന്ന് പറയുമ്പം ഒരു നാണക്കേട് അനുഭവപ്പെട്ടുകൊണ്ട് അവനപ്പോൾ എന്താ പറഞ്ഞത്? ജൽദി ചലോ, ബാബാ പെട്ടെന്ന് പോകാം, അബ് ദേർ ഹോ രഹി, സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു, ബാ നമുക്ക് വേഗം പോകാമെന്ന് ഗോപു പറഞ്ഞു. यहाँ घटना कब घटती है? ഇവിടെ ഈ ഭാഗം എപ്പോഴാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ സന്ദർഭം എപ്പോഴാണ് നടക്കുന്നത്?
शाम के 4 बजे। വൈകിട്ട് 4 മണിക്കാണല്ലേ? घटना कहाँ होती है? എവിടെയാണ് ഈ സന്ദർഭം നടക്കുന്നത്? पहाड़ी सड़क में। ആ ആ പർവ്വതത്തിലൂടെയുള്ള റോഡിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അല്ലേ? पहाड़ी सड़क में। देखिए बच्चों, यहाँ गोबू क्या कहता है? ആ നോക്കൂ കുട്ടികളെ, ഇവിടെ എന്താ ഗോപു പറയുന്നത്? देखिए, गोबू, जादू था सचमुच। മാജിക് ആയിരുന്നു चलो സത്യത്തിൽ. अब सड़क पार करनी है। ആ ഗോപു എന്താ പറഞ്ഞേ? അതൊരു മാജിക് ആയിരുന്നു, സത്യമായിട്ടും അതൊരു മാജിക് ആയിരുന്നു. ആ നമുക്കിനി റോഡ് ക്രോസ് ചെയ്യാം, ഇങ്ങനെയാണ് ഗോപു പറഞ്ഞേ അല്ലേ? यहाँ उसने क्यों ऐसा कहा होगा? അപ്പോൾ ഇവിടെ ഗോപു എന്തായിരിക്കും ഇങ്ങനെ പറയാൻ കാരണം? ജാദു താ സച്ച്മുച്ച്, അതായത് അപ്പോൾ അവൻ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് എന്തിനായിരിക്കും അവൻ ഇതൊരു മാജിക് ആയിരുന്നു എന്ന് പറയാൻ കാരണം? हाँ, बिल्कुल ठीक। गोबू अब भी यादों में है। ആ എന്താണ്, ഗോപു ഇപ്പോഴും അവൻ്റെ ഓർമ്മകളിലാണല്ലേ? എന്ത് ഓർമ്മയിലായിരിക്കും? किसकी यादों में? അവൻ എന്തിൻ്റെ ഓർമ്മയിലാണ്? हाँ, उसने मनोहर चाचा के यहाँ टीवी देखा था ना। അവൻ മനോഹർ ചാച്ചയുടെ വീട്ടിൽ പോയിട്ട് ടി വി കണ്ടില്ലായിരുന്നോ? उसकी यादों में। അതിൻ്റെ ഓർമ്മയിലാണ്. അപ്പം ഗോപു റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു ജാദു താ സച്ച്മുച്ച്, അത് ശരിക്കും മാജിക് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം അവൻ ഒരു ഓർമ്മയിലായിരുന്നു, അവൻ എന്തോ ചിന്തിച്ച് ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എന്തിനെപ്പറ്റി അവൻ ഓർമ്മിച്ചത്? അവൻ മനോഹർ ചാച്ചയുടെ വീട്ടിൽ പോയി ടി വി കണ്ടില്ലേ, അതിനെപ്പറ്റിയായിരുന്നു അവൻ ഓർത്തുകൊണ്ടിരുന്നത്. उसकी यादों में वो सड़क पार करता है। അപ്പോൾ അവന് ഇങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടാണ് ആ റോഡ് ക്രോസ് ചെയ്യുന്നത്. सड़क पार करना माने क्या है? അപ്പോൾ എന്താണ് സടക് പാർ കർന എന്ന് പറഞ്ഞ അർത്ഥം? അതായത് റോഡ് ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥം? सड़क पार करना, सड़क के एक ओर से दूसरी ओर जाना। അപ്പോൾ റോഡിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് പോകുന്നതിനെയാണ് പാർ കർന അല്ലെങ്കിൽ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ പാർ കർന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. तो टीवी की यादों में या टीवी देखने की उत्सुकता से गोबू सड़क पार करता है। അപ്പോൾ ടി വിയെ പറ്റി ആലോചിച്ചുകൊണ്ട് നടക്കുകയോ, ഒന്നെങ്കിൽ ടി വിയെ പറ്റി ആലോചിക്കുകയോ അല്ലെങ്കിൽ ഇനി അവൻ ടി വി കാണാൻ പോകുന്നത് ഓർത്തിട്ടുള്ള സന്തോഷം കൊണ്ടോ ആണ് ഗോപു റോഡ് ക്രോസ് ചെയ്യുന്നത്. सामने से बस आती है। അപ്പോൾ അവന് അങ്ങനെ അതും ചിന്തിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്താണ്, പെട്ടെന്ന് ഒരു ബസ് വരും. മനോഹർ ചാച്ചയുടെ വീട്ടിൽ ടി വി കണ്ട ഓർമ്മയിൽ ഗോപു റോഡ് മറികടക്കുകയാണ്. മുന്നിൽ ബസ് വരുന്നത് പോലും അവൻ അറിയുന്നില്ല. ഡ്രൈവർ ദേഷ്യപ്പെടുന്നു. ബച്ചോ, हम लोग सड़क कैसे पार करते हैं? കുട്ടികളെ, നമ്മൾ എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യാറുള്ളത്? सड़क पार करते समय बहुत अधिक ध्यान देना चाहिए. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധ നൽകണം അല്ലേ? आगे देखिए, गोबू छेमते हुए क्या कहता है? गोबू छेमते हुए, जल्दी चलो, अब देर हो रही है। छेमना, इसका मतलब क्या है? छेमना, ചേമ്പന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നാണ് അധ്യാപിക ചോദിക്കുന്നത്. ആദ്യം പറഞ്ഞത് അവന് ചേംതെ ഹുയെ എന്താണ് പറഞ്ഞത്? ജൽദി ചലോ അബ് ദേർ ഹോ രഹി, പെട്ടെന്ന് പോവാം, സമയമാകുന്നു. അപ്പം ചേംതെ ഹുയെ അവിടെ എന്താണ് അവൻ്റെ ആ ഒരു അവസ്ഥയെ? ചേംതെ ഹുയെ, അവൻ എന്താണ് ചേംതയുടെ അർത്ഥം? ലജ്ജിത് ഹോന, അതായത് അവൻ ലജ്ജയോടെ പറഞ്ഞു. അതായത് ചുന്നിയുടെയൊക്കെ മുമ്പിൽ വെച്ച് ഡ്രൈവറിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടി, അപ്പോൾ അവൻ ലജ്ജയോടെ നിൽക്കുകയായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ അവൻ ലജ്ജയോടെ ചുന്നിയോടും ലല്ലുവിനോടും പറഞ്ഞു, ബാ നമുക്ക് വേഗം പോകാം, സമയം പോകുന്നു. ചേമ്പിന എന്ന് പറഞ്ഞാൽ അപ്പോൾ അർത്ഥം എന്താണ്? ലജ്ജിത് ഹോന. झेंबना लज्जित होना, झेंबना लज्जित होना। गोबू जरा लज्जित होता है। वो क्या कहता है? देर हो रही है।
അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒത്തിരി നേരമായി. ഇതുവരെ മനോഹർ ചാച്ചയുടെ വീട്ടിൽ എത്തിയില്ല. तीनों घर से निकले बहुत देर हो गई. वे किसी से മൂന്ന് പേരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബഹുത് ദേർ നികലി, ഒരുപാട് നേരമായി അല്ലേ? कहकर आए थे क्या? അവരാരോടെങ്കിലും പറഞ്ഞിട്ടാണോ ഇറങ്ങിയത്? नहीं. അല്ലല്ലേ? मनोहर चाचा के यहाँ अब तक पहुँचे भी नहीं. മനോഹർ ചാച്ചയുടെ വീട്ടിൽ അവരിതുവരെ എത്തിയതില്ല. അവർ കുറേ നേരമായിട്ട് നടക്കാൻ തുടങ്ങിയതാണ് അല്ലേ? ഇതുവരെ മനോഹർ ചാച്ചയുടെ വീട്ടിൽ എത്തുകയും ചെയ്തില്ല. बच्चों, एक बार सीन पढ़े. सीन 4. पहाड़ी सड़क. शाम के 4 बजे हैं. तीनों बच्चे सड़क किनारे चल रहे हैं. गोबू, जादू था सचमुच. चलो अब सड़क पार करनी है. सड़क पार करने की कोशिश. सामने से तेजी से एक बस आती है. चुन्नी दौड़कर पार कर लेती है. ड्राइवर गुस्से में जल्दी से सड़क पार करते हैं. चुन्नी, तुम लोग सच जल्दी चलो, अब देर हो रही है. അപ്പോൾ ഇവിടെ സീൻ 4 ഒന്നുകൂടി അധ്യാപിക പറയുകയാണ്. അതായത് ഇവർ മൂന്നുപേരും, അപ്പോൾ ഇത് എവിടെ വെച്ചാണ് നടക്കുന്നത്? പഹാടി സടക്ക് അല്ലേ? അതായത് ആ പർവ്വതത്തിലെ റോഡിലൂടെ ഇവർ ഇങ്ങനെ നടക്കുകയാണ്. സമയം എപ്പോഴാണ്? ഷാം കെ 4 ബജെ, വൈകിട്ട് 4 മണിക്ക്. തീനോം ബച്ചെ സടക് കിനാരെ ചൽ രഹേ ഹെ, അവർ മൂന്നുപേരും റോഡരികിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗോപു എന്താണ് കൊച്ചച്ഛൻ്റെ വീട്ടിൽ പോയി ടി വി കണ്ട ഓർമ്മയിൽ പറയും അത് ജാദു അതായത് അതൊരു മാജിക്കായിരുന്നു, ശരിക്കും അത് മാജിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഗോപു പറയും നമുക്ക് റോഡ് ക്രോസ് ചെയ്യണം. അപ്പോൾ അവൻ ആ ടി വി കണ്ട ഓർമ്മയിലാണ് റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ചുന്നി പെട്ടെന്ന് തന്നെ ഓടി റോഡ് ക്രോസ് ചെയ്യും. പക്ഷേ ഗോപുവും ലല്ലു എന്താണ് റോഡിൽ നിന്ന് പോകും. അപ്പോൾ ഒരു ബസ് സ്പീഡിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടികൾ റോഡിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ബസ്സിൻ്റെ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് കുട്ടികളോട് പറയും സൂക്ഷിച്ച് നടന്നു പോകുന്നു, ദേഷ്യപ്പെട്ട് പറയും. അപ്പം ഈ കുട്ടികളോട് ചുന്നി എന്താണ്, അപ്പോൾ ഇവർ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യും, ലല്ലുവും ഗോപുവും കൂടെ. അപ്പോൾ ചുന്നി എന്താണ് ഇവരോട് പറയുന്നത്? നിങ്ങളെന്താ കൊച്ചു കുട്ടികളാണോ? നിങ്ങൾക്ക് ഇപ്പോഴും റോഡ് ക്രോസ് ചെയ്യാൻ അറിയത്തില്ല, നിങ്ങൾ ശരിക്കും കൊച്ചു കുട്ടികൾ തന്നെയെന്ന് ചുന്നി പറയും. അപ്പോൾ ഗോപുവിന് അതൊരു എന്താണ് നാണക്കേടാവും, അല്ലെങ്കിൽ അവൻ ലജ്ജിതനായിട്ട് പറയും ജൽദി ചലോ ബാ, വേഗം പോകാം, സമയം പോകുന്നു എന്ന് പറയും. अब 14 दृश्य के आधार पर इस तालिका की पूर्ति करें और अपने अध्यापिका. നാലാമത്തെ സീൻ ഇപ്പം നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ആ സീനിനെ വെച്ചിട്ട് അടുത്ത ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അധ്യാപികയെ കാണിക്കണം. को दिखाए तालिका भरना. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ ചെയ്തതാണ്. ഫസ്റ്റ് സീനും സെക്കൻഡ് സീനും തേർഡ് സീനിൻ്റെ എല്ലാം ഉത്തരങ്ങൾ ഇതുപോലെ പറഞ്ഞതാണ്. ഇത് എത്രാമത്തെ ദൃശ്യമാണ്? നാലാമത്തെ അല്ലേ? സ്ഥാനോ ഏത് സ്ഥലത്താണ്? പഹാടി സടക്ക്. അപ്പോൾ ആ മലയിലെ റോഡിലൂടെ കുട്ടികൾ നടക്കുകയാണ്. അപ്പോൾ സ്ഥാനം എന്ന് പറഞ്ഞാൽ പഹാടി സടക്കാണ്. സമയോ ഷാം കെ 4 ബജെ, വൈകിട്ട് 4 മണിക്കാണല്ലേ. കടന്ന് എന്താണ് ഗോപുവും ചുന്നിയും ലല്ലു കൂടെ റോഡ് ക്രോസ് ചെയ്യുന്നു അല്ലേ. ഇവിടുത്തെ പാത്രം ആരൊക്കെയാണ്? ഗോപു ഉണ്ട്, ചുന്നിയുണ്ട്, ലല്ലു ഉണ്ട്, പിന്നെ ബസ്സിൻ്റെ ഡ്രൈവറും ഉണ്ട് അല്ലേ. നോക്കാം. इसकी पूर्ति के पहले जरा इन प्रश्नों के उत्तर बताएं. പൂർത്തിയാക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ഉത്തരം നോക്കാം. ये दृश्य में स्थान कहाँ है? അപ്പം ഈ നമ്മളിപ്പോൾ പഠിച്ച നാലാമത്തെ സീനിലെ സ്ഥലം എവിടെയായിരുന്നു? അത് നമ്മൾ 2-3 വട്ടം പറഞ്ഞു. എവിടെയായിരുന്നു? हाँ सही है, पहाड़ी सड़क. കറക്റ്റ്, പഹാടി സടക്ക്. पहाड़ी सड़क. समय तो बताया गया है, शाम के 4 बजे. സമയവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈകിട്ട് 4 മണിക്ക് അല്ലേ. शाम के 4 बजे. घटना क्या है? ഒരു സന്ദർഭം എന്താണ്? जरा याद करके बताइए. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? तीनों बच्चे सड़क के किनारे. 3 കുട്ടികളും റോഡരികിൽ.
ചുന്നി സടക് പാർ കർത്തി ഹെ. ചുന്നി റോഡ് ക്രോസ് ചെയ്യും. സാമനെ സെ ബസ് ആത്തി ഹെ. പെട്ടെന്ന് ബസ് വരും. ഡ്രൈവർ ക്രുത് സെ ക്രുത് ഹോ ജാത്തെ ഹെ. ഡ്രൈവറിന് ദേഷ്യം വരും. चुन्नी सड़क पार करती है. सामने से बस आती ബസ് है. വരും. ड्राइवर क्रुद्ध हो जाता है. यहाँ पात्र कौन कौन है? അപ്പോൾ ഇവിടുത്തെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? हाँ ठीक है. गोबू, चुन्नी, लल्लू और ड्राइवर. അപ്പോൾ ഇവിടുത്തെ കഥാപാത്രങ്ങൾ ഗോപു ഉണ്ട്, ചുന്നി, ലല്ലു. ഇവർ കൂടാതെ പിന്നെ ആരാണുള്ളത്? ഡ്രൈവർ അല്ലേ? ഇങ്ങനെ 4 കഥാപാത്രങ്ങളാണ് ഈ സീനിലുള്ളത്. गोबू, ചുന്നി, ലല്ലു और ഡ്രൈവർ. നമ്മൾ 3ഉം 4ഉം സീനുകളിൽ എന്താണ് മനസ്സിലാക്കിയത്? പറയൂ. അതെ, ഗോപു മനോഹർ ചാച്ചയുടെ വീട്ടിൽ വെച്ച് TV കണ്ടിട്ടുണ്ട്. അവനെ സംബന്ധിച്ച് TV ഒരു മാജിക്കാണ്. ലല്ലുവും ചുന്നിയും അവനോടൊപ്പം TV കാണാൻ പുറപ്പെടുന്നു. വഴിയിൽ വെച്ച് അശ്രദ്ധമായി റോഡ് മുറിച്ചു കടക്കുമ്പോൾ ഡ്രൈവറുടെ ശകാരം കേൾക്കേണ്ടി വരുന്നു. गोबू, चुन्नी और लल्लू अब कहाँ है? आगे हम देखेंगे कि वे मनोहर चाचा के यहाँ पहुँचे या नहीं. നമുക്ക് നോക്കാം അവർ മനോഹർ ചാച്ചയുടെ വീട്ടിൽ എത്തിയോ ഇല്ലയോ എന്ന്. पटकथा के बाकी सीन पढ़कर देखें. सीन 5. कस्बे की सब्जी मंडी. शाम के 5 बजे है. അപ്പം 5ാമത്തെ സീനാണിത്. കസ്ബേക്ക് സബ്ജി മണ്ടി. കസ്ബെ എന്ന് പറഞ്ഞാൽ പട്ടണമാണ്. പട്ടണത്തിലെ സബ്ജി മണ്ടി. സബ്ജി എന്ന് പറഞ്ഞാൽ പച്ചക്കറി, മണ്ടി എന്ന് പറഞ്ഞാൽ ചന്ത. അപ്പം പട്ടണത്തിലെ പച്ചക്കറി ചന്തയാണ് 5ാമത്തെ സീനിലെ സ്ഥാൻ അല്ലെങ്കിൽ സ്ഥലം. ഇനി സമയമോ ഷാം കെ 5 ബജേ ഹേ. സമയം വൈകിട്ട് 5 മണിയാണല്ലേ. लल्लू सब्जी मंडी की भीड़ में थोड़ा पीछे रह गया है. അപ്പം ലല്ലു എന്ത് പറ്റി നോക്കൂ. സബ്ജി മണ്ടി എന്ന് പറയുമ്പോൾ പച്ചക്കറി ചന്തയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും അല്ലേ. അപ്പോൾ അവിടുത്തെ ഫീഡ് എന്ന് പറഞ്ഞാൽ തിരക്കാണ്. അവിടുത്തെ ആ തിരക്കിനിടയിൽ എന്താ ലല്ലുവിന് എന്ത് സംഭവിച്ചു? തൊട പീച്ചെ രഹുകയെ. അവൻ കുറച്ച് പിറകിലായിപ്പോയി. गोबू और चुन्नी आगे चल रहे हैं. ഗോപുവും ചുന്നി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. चुन्नी डरी हुई है. അപ്പോൾ ഈ തിരക്കൊക്കെ കണ്ടിട്ടായിരിക്കും ചുന്നി ഡരി ഹുയി ഹെ. ചുന്നി എന്താണ്? പേടിച്ചിരിക്കുകയാണ്. चुन्नी, तुमने कहा था जल्दी पहुंचेंगे, शाम तक वापस आएंगे. അപ്പോൾ ചുന്നി എന്താണ് പറയുന്നത്? തുമ്നെ കഹാത്ത ജൽദി പഹുഞ്ചെങ്കിൽ. നീ പറഞ്ഞായിരുന്നു നേരത്തെ ചെല്ലുമെന്ന്. ഷാം തക് വാപ്പസ് ആയകെ. വൈകിട്ടാകുമ്പോഴേക്കും നമുക്ക് തിരിച്ചു പോകാമെന്ന് നീ പറഞ്ഞായിരുന്നു. गोबू, बस आने वाला है मनोहर चाचा का घर. അപ്പോൾ ഗോപു എന്താ പറഞ്ഞേ? ഇപ്പം എത്തും, മനോഹർ ചാച്ചയുടെ വീട് ഇപ്പം എത്തും. चुन्नी एक लंबे आदमी से टकरा जाती है. वह आदमी जल्दी में है. संभलते हुए आगे बढ़ जाता है. അപ്പോൾ ചുന്നിക്ക് എന്ത് സംഭവിക്കുന്നതിൻ്റെ ഇടയ്ക്ക്? ചുന്നി ഏക്ക് ലംബെ ആത്മീസെ ടക്കരാ ജാത്തി ഹെ. അവളൊരു വലിയ മനുഷ്യനായിട്ട് കൂട്ടിയിടിക്കും. ടക്കരാ ജാത്ത ഹെ എന്ന് പറഞ്ഞാൽ കൂട്ടിയിടിച്ചു. അവനിങ്ങനെ തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൂട്ടിയിടൽ സംഭവിക്കില്ല. അപ്പോൾ ഈ കൊച്ചു ഒരു വലിയ മനുഷ്യനെ ചെന്ന് കൂട്ടിയിടിക്കും. വഹ് ആത്മി ജൽദി മേ ഹെ. അയാൾ അപ്പോൾ പെട്ടെന്ന് ഇടിച്ചപ്പം എന്താണ്, ആ മനുഷ്യൻ എന്തോ തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സമ്പാദത്തെ ഹോയെ ആകെ ബഡ് ജാത്ത. അയാൾ മുമ്പോട്ട് അങ്ങ് പോകും. चुन्नी प्रवासी होकर कब से कह रहे हो आने वाला है. അപ്പം ചുന്നി രുവാസി ഹോക്കർ അവൾ സങ്കടപ്പെട്ടുകൊണ്ട് ചോദിക്കും, കപ്സെ കയറിയോ ആനേ വാല. നീ എത്ര നേരമായിട്ട് പറയാ ഇപ്പം എത്തും എന്നല്ലേ. എന്നിട്ട് ഇതുവരെ എത്തിയില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ചുന്നിക്ക് വിഷമമാവുന്നു. അപ്പോൾ ചുന്നി ചോദിക്കും, നീ എപ്പോൾ തൊട്ട് പറയാ ഇപ്പം എത്തും എന്ന്. गोबू पीछे मुड़कर, अरे ये लल्लू कहाँ रह गया? और तू रो मत, अब टीवी देखना है ना. അപ്പം ഗോപു എന്താണ് പിന്നിലേക്ക് നോക്കിയിട്ട് പറയും, അരേ ഈ ലല്ലു കഹാ രഹുകയ. അപ്പോൾ ഈ ലല്ലു എവിടെ പോയി കിടക്കുവാന്ന് അവനിങ്ങനെ പുറകോട്ട് നോക്കിയിട്ട് പറയും. എന്നിട്ട് പറയും, ഓർ
തൂ രോ മത്. എന്നിട്ട് ചുന്നിയെ നോക്കിയിട്ട് പറയും, നീ കരയണ്ട, ടി വി ദേഖ്നാ ഹേന, നമുക്ക് ടി വി കാണണ്ടേ, നീ കരയണ്ട. അതുപോലെ ലല്ലു എവിടെ പോയി കിടക്കുവാണെന്ന് ഗോപു തിരിഞ്ഞു നോക്കിയിട്ട് പറയും. इस सीन की घटना कब घटती है? ഈ സീനിലെ ദൃശ്യം എപ്പോഴാണ് നടക്കുന്നത്? ഷാം കെ 5 ബജെ അല്ലേ, വൈകിട്ട് 5 മണിക്ക്. शाम के 5 बजे। घटना कहाँ होती है? कस्बे की सब्जी मंडी में। അപ്പോൾ ഈ ഘടന എവിടെ നടക്കുന്നത്? കസ്ബേക്ക് സബ്ജി മണ്ടി, പട്ടണത്തിലെ പച്ചക്കറി ചന്തയിലല്ലേ. कस्बा माने क्या है? കസ്ബ എന്ന് പറഞ്ഞാൽ എന്താണ്? कस्बा, कस्बा छोटा शहर. ചെറിയ ഒരു പട്ടണത്തെയാണ് കസ്ബ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെറിയ പട്ടണം. कस्बा छोटा शहर, ചെറിയ പട്ടണം, स्मॉल टाउन. सब्जी मंडी माने क्या है? സബ്ജി മണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പച്ചക്കറി ചന്തയാണല്ലേ. സബ്ജിയാങ്ക ബാസാർ, ബാസാർ എന്ന് പറഞ്ഞാൽ അറിയാം മാർക്കറ്റാണെന്ന്. അപ്പോൾ പച്ചക്കറി വിൽക്കുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ ചന്തയ്ക്കാണ് സബ്ജി മണ്ടി എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണുന്നില്ലേ? चित्र देखिए, सब्जियों का बाजार. സബ്ജിയോങ്ക ബാസാർ, സബ്ജിയോं का ബാസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, മണ്ടി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്. यहाँ पर हम विशेष रूप से क्या देखते हैं? हाँ, चुन्नी तो डरी हुई है. ഇവിടെ നമ്മൾ എന്താണ് വിശേഷിക്കപ്പെട്ടതായിട്ട് കണ്ടത്? ചുന്നി ഇവിടെ ഡരി ഹുയി ഹെ, ചുന്നി പേടിച്ചിരിക്കുകയാണല്ലേ. डरते डरते जाकर वो एक लंबे आदमी से टकरा भी जाती है. അവള് പേടിച്ചിങ്ങനെ നടക്കുമ്പോൾ ഒരു വലിയ മനുഷ്യനായിട്ട് അവള് കൂട്ടിയിടിക്കുകയും ചെയ്യും. टकरा जाना ടക്കരാ ജാന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? क्या है? അതിന്റെ അർത്ഥം എന്താണ്? ടക്കരാന, കൂട്ടിമുട്ടുക. ടക്കരാന, കൂട്ടിമുട്ടുക എന്നുള്ള അർത്ഥമാണ്. तो कोलाइड. यहाँ चुन्नी के रुआसी होने का कारण क्या है? ഇപ്പൊ ഇവിടെ ചുന്നി സങ്കടപ്പെടാനുള്ള കാരണം എന്താണ്? रुआसी होना माने रोने जैसा होना. चुन्नी रोने लगती है, कारण क्या है? रुआसी, चुन्नी रोने लगती है, कारण क्या है? ചുന്നി കരയാൻ തുടങ്ങും, അതിന് കാരണം എന്താണ്? उन्हें क्या कहा था? हाँ, टीवी देखकर जल्दी वापस आएंगे. ഗോപു എന്തായിരുന്നു പറഞ്ഞേ? ടി വി ദേക്കർ ജൽദി വാപ്പസ് ആയേക്ക്, ടി വി കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാമെന്നായിരുന്നു ഗോപു പറഞ്ഞേ അല്ലേ. लेकिन अब तो शाम के 5 बज गए हैं. പക്ഷേ എന്താണ്, ഇപ്പൊ സമയം വൈകിട്ട് 5 മണി ആയിരിക്കുന്നു. ഇവിടെ 3 കുട്ടികളും നടന്ന് ഒരു ചെറിയ പട്ടണത്തിലെ ഒരു പച്ചക്കറി ചന്തയിലെത്തി. ഇതുവരെ മനോഹർ ചാച്ചയുടെ വീട്ടിലെത്തിയിട്ടില്ല. സമയം ഏറെയായി. അവരുടെ യാത്ര വീട്ടുകാരറിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ചുന്നിക്ക് ഭയമായി. അവൾ കരയുവാൻ തുടങ്ങി. ഗോപു പിന്നെയും ടി വിയുടെ മോഹം പറഞ്ഞ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. तो इस 5वें सीन या दृश्य की घटना बताइए. അപ്പോൾ ഈ 5ാമത്തെ സീനിന്റെ ഘടന സന്ദർഭം എന്താണ്? बच्चे अब कहाँ है? കുട്ടികൾ ഇപ്പോൾ എവിടെയാണ്? कस्बे की सब्जी मंडी में. പട്ടണത്തിലെ പച്ചക്കറി ചന്തയിലാണല്ലേ. बच्चे अब कहाँ है? कस्बे की सब्जी मंडी में. मनोहर चाचा का घर न पहुंचने से चुन्नी रोने लगती है. മനോഹർ ചാച്ചയുടെ വീട് എത്താത്തതിനാൽ ചുന്നി കരയാനും തുടങ്ങി അല്ലേ. अब आप स्थान, समय, घटना और पात्र के आधार पर इस तालिका की पूर्ति करें. अपनी अध्यापिका അപ്പം को നിങ്ങൾക്കിപ്പം ഒന്നുകൂടി മനസ്സിലായല്ലോ. ഈ 5ാമത്തെ സീനിൻ്റെ സ്ഥാനം, സ്ഥലം, അതായത് സ്ഥാനം എന്ന് പറഞ്ഞാൽ സ്ഥലം, സമയം, അതുപോലെ ഘടന, അവിടുത്തെ കഥാപാത്രങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതനുസരിച്ച് നിങ്ങൾ ആ താലിക, ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. दिखाए. ഇനി
നമുക്ക് അടുത്ത സീൻ നോക്കാം. ഇതുവരെയും 3 കുട്ടികളും മനോഹർ ചാച്ചയുടെ വീട്ടിൽ എത്തിയിട്ടില്ല. अच्छा अब हम सीन 6 देखें. सीन 6. कस्बे की गली, शाम का समय. बच्चे एक गली के मोड़ पर हैं. അപ്പം ആറാമത്തെ സീനാണ് അടുത്തതായിട്ട്. അത് എവിടെയാണ് സ്ഥാനം എവിടെയാണ് അല്ലെങ്കിൽ സ്ഥലം എവിടെയാണ്? കസ്ബേക്കി ഗലി, അതായത് ആ ചെറിയ പട്ടണത്തിലെ ഒരു തെരുവാണ് ഇപ്പോഴത്തെ സ്ഥലം. ഷാം കാ സമയം, വൈകിട്ട് സമയം എന്ന് പറഞ്ഞാൽ വൈകിട്ടാണ്. सामने कच्चे पक्के मकानों की कतार है. അപ്പം ബച്ചേ ഏക് ഗലിക്ക് മോഡ് പർ ഹേ, അപ്പോൾ അവരൊരു തെരുവിൻ്റെ വളവിലാണ്. സാമനെ കച്ചേ പക്കേ മക്കാനോങ്കി കതാർ ഹേ, അപ്പോൾ അവിടെ എന്താണുള്ളത്? കച്ചേ പക്കേ, അതായത് ഓടിട്ടതും ഉറപ്പുള്ളതും ഉറപ്പില്ലാത്തതുമായിട്ടുള്ള വീടുകളുടെ ഇങ്ങനെ നിരയായിട്ടുണ്ട്. गोबू, बस यही गली है, इसी में है मनोहर चाचा. അപ്പം ഗോപു പറഞ്ഞു, ഇതാണ് സ്ഥലം, ഈ ഗലി, ഈ തെരുവിലാണ് മനോഹർ ചാച്ചയുടെ വീട്. लल्लू, तो चलो. അപ്പം ലല്ലു പറഞ്ഞു, ഇപ്പം ഈ തെരുവിലാണല്ലേ, അപ്പം എങ്കിൽ ബാ നമുക്ക് പോകാം എന്ന് ലല്ലു പറഞ്ഞു. गोबू मकानों को देखता हुआ, हाँ लेकिन याद करने दो, कौन सा घर है? അപ്പം മക്കാൻ എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങളാണ്. കെട്ടിടങ്ങളെ നോക്കിക്കൊണ്ട് ഗോപു എന്താണ് പറഞ്ഞത്? പോകാം, പക്ഷേ ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ യാദ് കർണേതോ, എന്നെ ഒന്ന് ഓർമ്മിക്കാൻ വിടും. കോൺസാ കറിയാം, അവൻ ഏത് വീടാണെന്ന് ഓർമ്മയില്ല, അപ്പോൾ അത് ഏതാണെന്ന് അവനൊന്ന് ഓർത്തെടുക്കട്ടെ. चुनी, और कैसे? गोबू, अरे उस घर के ऊपर टीवी का डंडा. അപ്പം അവനിങ്ങനെ ചുഞ്ഞു വെച്ചു, അയ്യോ അതെങ്ങനെ, നീ എങ്ങനെ അത് കണ്ടുപിടിക്കും ചാച്ചയുടെ വീട് ഏതാണെന്ന്? അപ്പോൾ ഗോപു എന്താ പറഞ്ഞേ? അരേ ഉസ് കർക്കെ ഊപ്പർ ടി വി കാ ടണ്ട ലഗാ ഹുവാ ഹേ, അതായത് ടി വിയുടെ ആൻറ്റിന വെച്ചിട്ടുള്ള വീടാണ് ചാച്ചയുടെ വീട്. लगा हुआ है एंटीना. तीनों ध्यान से घरों को देखते हैं. गोबू का चेहरा उतर जाता है. അപ്പോൾ അവർ അവിടെ ഉള്ള എല്ലാ വീടും നോക്കും, ആൻറ്റിനുള്ള വീട് ഏതുണ്ടെന്ന് കുട്ടികളെല്ലാം നോക്കും. അപ്പോൾ എന്താണ്, ഗോപുവിൻ്റെ മുഖത്ത് എന്ത് സംഭവിക്കും? അവൻ വിഷണ്ണനാവും അല്ലേ, ചേര ഉദർ ജാത്താ ഹേ. बच्चे एक गली पर पहुंचते हैं. गली माने क्या है? അപ്പോൾ ഗലി എന്ന് പറഞ്ഞാൽ എന്താണ്? തെരുവ് അല്ലേ, അല്ലെങ്കിൽ സ്ട്രീറ്റ്. ഗലി, തെരുവ്, സ്ട്രീറ്റ്. ഗലി, തെരുവ്, സ്ട്രീറ്റ്. സമയം വൈകുന്നേരം 5 മണി കഴിഞ്ഞു. അവർ ആ ചെറിയ പട്ടണത്തിലെ തെരുവിന്റെ മുന്നിലെത്തി. अब बच्चे कहाँ हैं? बच्चे एक गली के एक मोड़ पर हैं. അപ്പോൾ കുട്ടികളിപ്പോൾ എവിടെയാണ്? അവർ ഒരു തെരുവിൻ്റെ ഒരു മോഡ് എന്ന് പറഞ്ഞാൽ വളവാണ്, ഒരു വളവിലാണ്. मोड़ का अर्थ क्या है? मोड़, तिरिവ്, വളവ്, a turn of the road. वहाँ गली के मोड़ में वे क्या देखते हैं? सामने कच्चे पक्के मकानों की कतार है. सामने कच्चे पक्के मकानों की कतार है. അപ്പോൾ അവർ ആ വളവിൽ എന്താണ് കാണുന്നത്? കച്ച, ഈ വാക്ക് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതല്ലേ? ഓർക്കുന്നുണ്ടോ? കച്ചി സടക്, കച്ച രാസ്ത, ടാറിടാത്ത റോഡ്. ഇവിടെ കച്ച മക്കാൻ, ഉറപ്പില്ലാത്ത വീട്. കച്ച മക്കാൻ, ഉറപ്പില്ലാത്ത വീട്. പക്ക മക്കാൻ, ഉറപ്പുള്ള വീട്.
അപ്പോൾ ആ കുട്ടികൾ എന്താണ് ആ വളവിൽ നിൽക്കുമ്പോൾ കാണുന്നത്, അങ്ങനെ ഉറപ്പില്ലാത്തതും ഉറപ്പുള്ളതുമായിട്ടുള്ള വീടുകളുടെ ഒരു നിര തന്നെ കാണും. അതിൽ വെച്ചിട്ട് ഗോപുവിന് പക്ഷേ വീട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു ആൻ്റണിയുള്ള വീടാണ് ചാച്ചാട എന്ന് പറയുന്നു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.